മാവേലിക്കര BRCയുടെ സ്ട്രീം എക്കോസിസ്റ്റം പ്രോജക്റ്റ് എന്ന നിലയിൽ സബ് ജില്ലയിലെ 9ാം ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മാവേലിക്കരയുടെ ബുദ്ധമത പാരമ്പര്യം ഒരു പഠനം എന്ന പരിപാടി സംഘടിപ്പിച്ചു. പ്രാദേശിക ചരിത്രബോധനം ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാവേലിക്കര BRCയുടെ സ്ട്രീം എക്കോസിസ്റ്റം പ്രോജക്റ്റ് എന്ന നിലയിൽ സബ് ജില്ലയിലെ 9ാം ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാവേലിക്കരയുടെ ബുദ്ധമത പാരമ്പര്യം ഒരു പഠനം എന്ന പരിപാടി സംഘടിപ്പിച്ചു. പ്രാദേശിക ചരിത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പരിപാടിയിൽ BPC P പ്രമോദ് അധ്യക്ഷനായി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യകാരനും ചിന്തകനുമായ ജോർജ് തഴക്കര മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരിൽ വ്യത്യസ്തമായ കുറേ അധികം അറിവുകൾ നമുക്കിവിടെ കിട്ടി. നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ അറിവ് ശേഖരിക്കുകയല്ല, അറിവ് മറ്റൊരു ചിന്ത പാരമ്പര്യം അന്വേഷിക്കുവാൻ നമുക്കുള്ള മറ്റൊരു കാരണം നമ്മുടെ ഈ പ്രദേശത്തെ ചില ആഘോഷങ്ങളാണ്. മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, വെട്ടികുളങ്ങര ക്ഷേത്രം. അവിടുത്തെ പോലെ നമുക്ക് തോന്നും. എല്ലാവരും പറഞ്ഞിട്ടും പറയാതെ പോയ ഒരു ബുദ്ധപ്രതിമയുടെ ഞാനൊന്ന് ശ്രദ്ധയിലോട്ട് കൊണ്ടുവരിക. നൂറിനാട് പാറ്റൂർ എഞ്ചിനീയറിംഗ് കോളേജിലോട്ടൊന്ന് പോകുന്നു. അതിനകത്തൊരു ബുദ്ധനുണ്ട്. അതൊരു ഗോൾഡൻ ബുദ്ധയാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഒരു ബുദ്ധനെ കണ്ണാടിക്കൂട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബുദ്ധപ്രതിമയൊക്കെ കാണാൻ നിങ്ങൾ പോകുമ്പോൾ ഉറപ്പായും ഞാൻ പറഞ്ഞ ഈ പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ ഗോൾഡൻ ബുദ്ധയെ കൂടി ഒന്ന് പോയി കാണണേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതുകൊണ്ട് ഇവിടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വായി നോക്കണം ജീവിതത്തിൽ. വായി നോക്കിയാലേ ജീവിതത്തിൽ വല്ലതുമൊക്കെ ആകുകയുള്ളൂ. ഞാൻ വായി നോക്കുന്ന ഒരാളാണ്. ഞാൻ പറയല നിന്ന് കണ്ടെത്തിയ ബുദ്ധപ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പള്ളിച്ചൽ നിന്ന് ഒരു ബുദ്ധപ്രതിമ കണ്ടെത്തിയത് അതിന്റെ ശിരസ് നഷ്ടപ്പെട്ടിരുന്നു. പകരം ഒരു ശിരസൊക്കെ സംഘടിപ്പിച്ച് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം നമ്മൾ പറയുമല്ലോ, അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ഭരണിക്കാവ് ക്ഷേത്ര പരിസരത്തും ബുദ്ധ പ്രതിമയാണ്. അപ്പൊ ഇതാണ് ഈ ബുദ്ധമത ആശയങ്ങൾ സാമൂഹ്യ നിർമ്മിതിയിൽ ചെലുത്തിയ സ്വാധീനം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സംസ്ഥാന സോഷ്യൽ സയൻസ് ക്ലബ്ബ് സെക്രട്ടറിയുമായ ഐസക് ഡാനിയൽ പദ്ധതി വിശദീകരണം നടത്തി. AR സ്മാരക സമിതി സെക്രട്ടറി VI ജോൺസൺ, മാധ്യമപ്രവർത്തകനായ ബിനു തങ്കച്ചൻ, അധ്യാപകനും സോഷ്യൽ സയൻസ് കോർഡിനേറ്ററുമായ PV അനീഷ് കുമാർ, ട്രെയിനർ G സജീഷ്, സ്ട്രീം പ്രൊജക്ട് കോർഡിനേറ്റർ R രാജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിന് സോഷ്യൽ സയൻസ് കോർഡിനേറ്റർ ഹരികുമാർ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.